ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ലൂക്കോസ് എഴുതിയ 2 പുസ്തകങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. ഒന്നാമത്തെ പുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷം, രണ്ടാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഗ്രന്ഥം. ഈ 2 ഗ്രന്ഥങ്ങളും എഴുതിയ ലൂക്കോസ് യഹൂദനല്ലായിരുന്നു. പിന്നെ ഇദ്ദേഹം ആരായിരുന്നു? ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു യാത്രാ പങ്കാളിയായിരുന്നു. എന്നുവെച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ പൗലോസിൻ്റെ എല്ലാ യാത്രകളിലും ലൂക്കോസ് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ ലൂക്കോസ് ജയിലിൽ കിടന്നില്ല, പുറത്തുണ്ടായിരുന്നു. ഉദാഹരണത്തിന് യെരുശലേമിൽ വെച്ച് പൗലോസിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ യെരുശലേമിലും പിന്നെ കൈസരിയയിലും താൻ ജയിലിലായിരുന്നപ്പോൾ ലൂക്കോസ് യെരുശലേമിലും പിന്നീട് കൈസരിയയിലും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാന ഭാഗത്ത് പൗലോസ് വീട്ടുതടങ്കലിലായി റോമിൽ ജയിലിലായിരുന്ന സമയത്ത് ലൂക്കോസ് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്തും ലൂക്കോസ് റോമിൽ ജയിലിൽ കിടക്കുകയല്ലായിരുന്നു, പുറത്ത് തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത്, അതായത് കൈസരിയിൽ പൗലോസ് ജയിലിൽ കിടന്നപ്പോഴും റോമിൽ പൗലോസ് ജയിലിൽ കിടന്നപ്പോഴും ഉള്ള സമയം ലൂക്കോസ് ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് പല ഗവേഷണങ്ങളും നടത്തി. എന്നുവച്ചാൽ താൻ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് ക്രിസ്തീയ വിശ്വാസം ഉണ്ടാകുവാനായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതും തൻ്റെ പഠിപ്പിക്കലുകളും തൻ്റെ അത്ഭുതങ്ങളും നടന്നതും എല്ലാം താൻ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി അതെഴുതി. അത് പൗലോസ് യെരുശലേമിലും കൈസരിയിലും ജയിലിൽ കിടന്ന സമയത്തായിരിക്കണം. കാരണം യെരുശലേമിൽ ഉണ്ടായിരുന്ന ആളുകളെ ലൂക്കോസ് സന്ദർശിച്ചു, അവരോട് സംസാരിച്ചു. അവരിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ ചെറുപ്പകാലത്തെ സംഭവങ്ങളെക്കുറിച്ച് അറിവുകൾ നേടി. ഉദാഹരണത്തിന് ലൂക്കോസിൻ്റെ സുവിശേഷം തുടക്കത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ യേശു ജനിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചതിനെക്കുറിച്ച് നാം വായിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ ഗർഭിണിയായിരിക്കുന്ന എലിസബത്ത് മറിയയുടെ വന്ദനം കേട്ടപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ വന്ദനം കേട്ടപ്പോൾ പിള്ള എൻ്റെ വയറ്റിൽ തുള്ളി. ഇത് സാധാരണ സ്ത്രീകൾ പുരുഷന്മാരോട് പറയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എലിസബത്ത് ആ കാര്യം മറിയയോട് പറഞ്ഞത്. എന്നാൽ ലൂക്കോസ് ഈ ഗ്രന്ഥം എഴുതുവാൻ വേണ്ടി ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അതിൽ മറിയയും ഉൾപ്പെട്ടിരുന്നു. ഒരു പക്ഷേ മറിയയെ യെരുശലേമിൽ വെച്ച് ലൂക്കോസ് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ മറിയയുടെ വളരെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ആ സ്ത്രീ ലൂക്കോസിനോട് പങ്കുവച്ചു. അങ്ങനെയാണ് ഇടയന്മാർ യോസഫിനെയും യേശുവിനെയും കാണുവാൻ ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ വന്ന കാര്യം മറിയ പറഞ്ഞത്. ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യം, അവർ തമ്മിലുണ്ടായ സംഭാഷണം, അത് മറിയ ലൂക്കോസിനോട് പറഞ്ഞത്. അപ്പോൾ ലൂക്കോസ് ഈ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഗ്രന്ഥവും എഴുതിയപ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളെ വ്യക്തിപരമായി കണ്ട് സംസാരിച്ചിട്ടാണ് എഴുതിയത്. ഇത് പത്രോസിൻ്റെ കാര്യത്തിലും ശരിയാണ്. പൗലോസ് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ അതൊക്കെയും വ്യക്തിപരമായി ചോദിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് എഴുതി. താൻ അതുപോലെ തന്നെ ഇതൊക്കെ ക്രമമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നും അവകാശപ്പെടുന്നുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ലൂക്കോസ് ഈ സുവിശേഷം എഴുതിയത് നല്ല തയ്യാറെടുപ്പ് നടത്തിയതിന് ശേഷമാണ്.
അതേ രീതി തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുവാനും താൻ അവലംബിച്ചത്. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും വളരെ നല്ല രീതിയിൽ എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. പല ആളുകളും ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമം, ഒരു ചരിത്ര ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാറുണ്ട്. എന്നാൽ ലൂക്കോസിൻ്റെ എഴുത്തുകൾ ഗൗരവമായി പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് വളരെ നല്ല രീതിയിൽ എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഇത് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ സുവിശേഷവും അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും എഴുതിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത്? അതിന് പലതരത്തിലുള്ള ന്യായവാദങ്ങളുണ്ടെങ്കിലും എനിക്ക് വളരെ വിശ്വസനീയമായി തോന്നുന്ന ഒരു കാരണം ഞാൻ പറയാം. അത് എന്താണെന്ന് വെച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അവസാനിക്കുമ്പോൾ അവിടെ പൗലോസ് റോമിൽ ജയിലിലാണ്. താൻ തൻ്റെ വിധി കാത്ത് കഴിയുകയാണ്. ഒരു ഫോർമലായിട്ടുള്ള ഔപചാരികമായ ഒരു കൺക്ലൂഷൻ, ഒരു ഉപസംഹാരം ലൂക്കോസിൻ്റെ എഴുത്തുകൾക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് അവസാനിക്കുമ്പോൾ പൗലോസ് ജീവനോടെ ഉണ്ട്. പൗലോസ് ഒരു വിധി കാത്ത് കഴിയുകയാണ്. കൈസറുടെ മുമ്പാകെ തൻ്റെ ഒരു കേസ് വിധി പറയുവാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ വിചാരണ നടക്കാൻ പോവുകയാണ്. ഈ വിചാരണയുടെ സമയത്ത് പൗലോസിനെ സഹായിക്കുവാൻ വേണ്ടി ഒരു നിയമജ്ഞന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഡിഫൻസ്, അല്ലെങ്കിൽ തൻ്റെ കേസിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു രേഖയാണ് ഈ രണ്ട് പുസ്തകങ്ങൾ. ഞാനത് വിശദീകരിക്കാം. ഈ പുസ്തകത്തിൽ റോമൻ ഗവൺമെൻറ്റിനെയോ റോമക്കാരെയോ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യവുമില്ല. അത് ലൂക്കോസിൻ്റെ സുവിശേഷമായാലും അപ്പോസ്തല പ്രവൃത്തികളായാലും അങ്ങനെയാണ്. വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ രണ്ട് എഴുത്തുകളിലും പല റോമൻ സെഞ്ചൂറിയൻസ്, സൈന്യാധിപന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 100 പേർക്ക് അധിപതിയായ സെഞ്ചൂറിയൻസ്, സഹസ്രാധിപനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരാരും പൗലോസിനെയോ പൗലോസ് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത യേശുവിനെയോ ശത്രുക്കളായി കണ്ടില്ല. മറിച്ച് അവർ യേശു ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് വിശ്വസിച്ചവരാണ്. കൊർന്നേലിയസ് ഒരു റോമൻ പട്ടാള ഓഫീസറായിരുന്നു. അദ്ദേഹം യേശുവിൻ്റെ മാർഗത്തിൽ വിശ്വസിച്ചയാളാണ്. ഇനി പൗലോസ് കപ്പൽ യാത്ര നടത്തുമ്പോൾ അവിടെയും റോമൻ പട്ടാളക്കാരുടെ അധിപനായവൻ പൗലോസിനോട് വളരെ സഹതാപപൂർവ്വം പെരുമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ പൗലോസിനും പൗലോസ് വിശ്വസിക്കുന്ന യേശുവിൻ്റെ മാർഗത്തിനും ദ്രോഹം ചെയ്തത് മുഴുവൻ യഹൂദന്മാരാണെന്നാണ് ലൂക്കോസ് പറയുന്നത്. യഹൂദന്മാർ പൗലോസ് എവിടെ പോയി പ്രസംഗിച്ചോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. റോമക്കാരല്ല പ്രശ്നം ഉണ്ടാക്കിയത്, യഹൂദന്മാരാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എഴുത്തുകാരനായ ലൂക്കോസ് പറയാൻ ശ്രമിക്കുന്നത് റോമൻ ഗവൺമെൻറ്റിനോ റോമൻ പൗരന്മാർക്കോ പൗലോസിനെതിരായോ അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിനെതിരായോ യാതൊരു പ്രശ്നവുമില്ല. അവർ പൗലോസിനെയും പൗലോസ് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന യേശുവിനെയും അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ ലൂക്കോസ് തിയോഫിലോസിനോട് പറയാൻ ശ്രമിക്കുന്നത്, പൗലോസ് റോമൻ ഗവൺമെൻറ്റിനെതിരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റോമൻ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ മാത്രമാണ് പൗലോസ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വിധി പറയരുത്. ഇത് സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ
മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.